നമ്മൾ ഇന്നൊരു വീടിന് ചെലവ് ചുരുക്കിയ ഒരു ബെഡ്റൂമിന് ഒരു ഡോർ വെക്കാൻ പോവാണ്. ഒരു PVC ഡോർ. ഇപ്പോൾ തടിയുടെയൊക്കെ ഡോർ വെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ്. അതുകൊണ്ട് ചെലവ് ചുരുക്കിക്കൊണ്ട് ഒരു ബെഡ്റൂം ഡോർ നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഏകദേശം ഒരു 4000 രൂപയോളം നമുക്ക് ഇതിന് ചെലവ് വരും ഈ ബെഡ്റൂം ഡോർ വെക്കുന്നതിന്. അപ്പം അതിന്റെ ലോക്ക് കാര്യങ്ങൾ എല്ലാം കൂട്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിമെന്റിന്റെ കട്ടള ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ് നമുക്കതിൽ ഫിറ്റിംഗ് എല്ലാം. ഓൾറെഡി ഇഞ്ചസും എല്ലാം വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് സിമെന്റിന്റെ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നൊരു നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വീഡിയോയ്ക്കകത്തുണ്ടായിരിക്കും. നല്ല മഴ പെയ്യുന്ന ഒരു ദിവസമാണ്. ഇല്ലേ, നല്ല മഴയുള്ളൊരു ദിവസമാണ്. നമുക്കന്നപ്പോൾ ആ സൈറ്റിൽ പോയിട്ട് അവിടുത്തെ കട്ടളയും ആ ഡോറുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇത് നമ്മുടെ കട്ടള. ഇത് സിമെന്റിന്റെ കട്ടളയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിടിപ്പിക്കുന്നത്. ഇതിൽ PVC ഡോറാണ് വെക്കുന്നത്. ഡോറ് വരുന്ന ഇത് ഒറ്റ ഷീറ്റാണ്. ഇത് മഴയുള്ളപ്പോഴാണ് ഇപ്പം നമ്മൾ ഇത് കൊണ്ട് വച്ചിരിക്കുന്നത്. ഇത് അതിൻ്റെ പ്രൊഫൈല് ഇത് കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കട്ട് ചെയ്യേണ്ട ഡോറും കട്ടളയെല്ലാം നമ്മളിപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്കിവിടെ കറണ്ട് ഇല്ല. കറണ്ട് ഇങ്ങനെ മഴയുടെ പ്രശ്നം കാരണം കണ്ടു വരിക പോവുകയൊക്കെയാണ് പ്രശ്നം. ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളെ ഒന്നും കൂടെ ആ സാധനം കാണിക്കാം. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. നമ്മൾ കട്ട് ചെയ്യേണ്ട ഇതാണ് നമ്മൾ മേടിച്ച ഡോറ് ബെഡ്റൂമിൻ്റെ. ഇതുപോലെ ഇങ്ങനെ ഹോളുള്ള ടൈപ്പ് ഷീറ്റാണ് PVC. ഇതിൻ്റെ സൈഡ് വരുന്ന A സെക്ഷനാണ്. ഇതിന് ഡിസൈനൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ അളവിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കത് ഫുള്ള് കട്ട് ചെയ്ത് നമ്മുടെ കറക്റ്റ് അളവിൽ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഇവിടുന്ന് സൈഡിലോട്ട് പോകാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെക്ഷനെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കോർണർ കട്ട് ചെയ്ത് മെഷീനിൽ കട്ട് ചെയ്യാണ്. ഇതുപോലെ കോർണറുകൾ കട്ട് ചെയ്താണ് ഇത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് PVC കോർണറുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മളിത് ജോയിൻറ്റ് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് നമുക്ക് മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ കാണിക്കാം. നമ്മളിപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എല്ലാം കോർണർ വെട്ടി കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോർണർ പിടിപ്പിച്ചിരിക്കുന്നത്. PVC കോർണർ ഒരു സൈഡിൽ വലുതും ഒരു സൈഡിൽ ചെറുതുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിചാരി പിടിപ്പിക്കേണ്ടിടത്തെല്ലാം ഇതുപോലെ വെട്ടി പൈൻ വുഡിൻ്റെ പീസ് വെച്ചിരിക്കുകയാണ്. 4 ഇഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് മറ്റേ ലോക്കും കൂടെ ഉണ്ട്. അപ്പോൾ ആ ലോക്ക് നമ്മൾ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം വെട്ടി അകത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് സെറ്റിങ് മാത്രമേ ഉള്ളൂ. ഷീറ്റാണെങ്കിലും നമ്മൾ ഫുൾ അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം.
നമ്മളിപ്പം ഈ ഡോറ് ഫുൾ സെറ്റ് ചെയ്തുകൊണ്ട് സൈറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ടളയായിട്ട് ഇത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ വിചാരി എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ആ ഡോറ് വിചാരിയായിട്ട് പിടിപ്പിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഡോറ് നമ്മൾ ഇവിടെ വിചാരിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിചാരിയുടെ ഇവിടെ ഇത് വെട്ടിയാണ് കൊടുത്തിരിക്കുന്നത്, നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോക്ക് വരുന്നത് ഇതിൻ്റെ ഇവിടെ ഈ സാധനം വെക്കാൻ വേണ്ടി ഇത് ഇച്ചിരി കുറച്ച് നമുക്ക് വെട്ടേണ്ടി വരും. ഇവിടെ അല്ല, ഈ ഹോള് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇതൊരു ചെറിയ സാധനമാണ്, ഇത് ഇച്ചിരി വലിപ്പമുള്ളതായതുകൊണ്ട് അത് വെട്ടണം. ഇതൊരു മെറ്റലിൻ്റെ പീസായി ഇരിക്കുന്നത്. ഇത് അധികം പണി നടക്കത്തില്ല, കട്ട് ചെയ്ത് കളയുക എന്നുള്ളതുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ സ്ക്രൂവിൻ്റെ ഇതും വെച്ചിരിക്കുന്ന മെറ്റലിൻ്റെ ഇത്, അതുകൊണ്ട് സൈക്കിൾ സ്ക്രൂ ഇട്ടാണ് മുറുകിയിരിക്കുന്നത്. അതെ, മെറ്റലിൻ്റെ ഇതായി രണ്ടെണ്ണം കിട്ടുകയല്ല, രണ്ടെണ്ണേ നമുക്ക് ഹോള് കിട്ടത്തുള്ളൂ. വേറെ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി അടിച്ചാലും ഇത് കിട്ടണമെന്നില്ല. ഇത് നമ്മൾ റിബേറ്റ് വെച്ച് അങ്ങ് അടച്ചു വിടും. ഇതിൻ്റെ ലോക്ക് വരും. ഇപ്പോൾ ഹാൻഡിലൊക്കെ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അത് പിടിപ്പിച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കട്ട് ചെയ്യുന്നതും കൂടെ കാണിക്കാം എങ്ങനെയാണെന്ന്. ലോക്ക് വീഴേണ്ട ഹോള് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. ആ മെറ്റലിൻ്റെ പീസെല്ലാം നമ്മളെടുത്ത് മാറ്റി, എല്ലാം ഓക്കെ ആയിട്ട്. അപ്പം നമ്മുടെ പണി ഏകദേശം ഫുള്ള് പൂർത്തിയായിരിക്കുകയാണ്. അതൊന്ന് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഡോറ്. ഒരു ലോക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പുട്ടെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധനമാണ് വെച്ചിരിക്കുന്നത്. മേളിലൊരു ടവർ ബോൾട്ട്, അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റീലിൻ്റെ വിചാരി തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ. അപ്പം നമ്മുടെ PVC ഡോറിൻ്റെ പണി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ ബെഡ്റൂമിലൊക്കെ ഒരു ഡോറ് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് ഒരു 4000 രൂപ റേഞ്ചേ നമുക്കിത് വരുന്നുള്ളൂ. മൊത്തം ഫിനിഷ് ചെയ്ത് വന്നപ്പം ഒരു 4 രൂപ റേഞ്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഡോറ് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം തടിയുടെയൊക്കെ ഒരു കഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 രൂപയൊക്കെ മേളിൽ റേഞ്ച് വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊരു 4000 രൂപയൊക്കെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും.
ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.